പ്രിയമുള്ളവരെ, നമ്മൾ രാവിലെ പാണ്ടിക്കാട് നിന്നും മമ്പാട് നിന്നൊക്കെ പുറപ്പെട്ടവരാണ് ഈ ഓഡിറ്റോറിയത്തിൽ ആദ്യം എത്തിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അവർക്ക് വിശന്നിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഈ അടുത്തുള്ളവരൊക്കെ അവർക്ക് വേണ്ടി വഴിമാറി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്ന് ആദ്യം സൂചിപ്പിക്കുകയാണ്. എന്തായാലും ഓഡിറ്റോറിയത്തിൽ കുറച്ച് ആളുകളേ ഉള്ളൂ, എല്ലാവരും ഭക്ഷണം കഴിക്കാൻ നമസ്കരിക്കാനൊക്കെ പോയതാണ്. അതുകൊണ്ട് തന്നെ ചടങ്ങ് ഇനി വല്ലാതെ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഒന്ന് രണ്ട് ആശംസകൾ കൂടി അർപ്പിക്കുകയാണ്. എന്നാലും വളരെ ഭംഗിയായിട്ടുണ്ട്. കാരണം ഓഡിറ്റോറിയത്തിലുള്ളതിൻ്റെ ഇരട്ടി പുറത്ത് പല ആവശ്യങ്ങൾക്കുമായിട്ട് അങ്ങനെ കറങ്ങുകയാണ്. കുഴപ്പമില്ല, അങ്ങനെ തന്നെയാണ് കുടുംബസംഘം. പക്ഷെ ഉച്ചയ്ക്ക് ശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങുണ്ട്. ഈ 75 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകളെയും ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. വിദ്യാർത്ഥി യുവജന പ്രവാസി സംഗമമുണ്ട്. ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ ഒരു ചെവിടിക്കൻ ഫാമിലി അസോസിയേഷൻ മാത്രമല്ല, ഇതിന് യൂത്ത് വിങ് ഉണ്ട്, ഗൾഫ് കമ്മിറ്റി ഉണ്ട്, ഉപദേശക സമിതി ഉണ്ട്, രക്ഷാധികാരികളുണ്ട്, മസലത്ത് കമ്മിറ്റി ഉണ്ട്. ഇങ്ങനെ പല ഘടകങ്ങളുമുണ്ട്. പക്ഷേ ആരംഭ ശൂരത്വം എന്ന നിലയിൽ പലതും നന്നായിട്ടൊക്കെ പ്രവർത്തിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് ഇപ്രാവശ്യം നമുക്ക് വിദ്യാർത്ഥി യുവജന പ്രവാസി സംഗമം കഴിഞ്ഞതിന് ശേഷം എല്ലാ വിഭാഗങ്ങളും വളരെ ശക്തമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചയും പുനഃസംഘടനയും ഒക്കെ വേണമെന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം എന്താണെന്ന് പറഞ്ഞാൽ ഉച്ചവരെയുള്ള സംഗമം, ഉച്ചയ്ക്ക് ശേഷം വിദ്യാർത്ഥി യുവജന പ്രവാസി സംഗമമുണ്ട്. അത് ഇതുവരെ നമ്മൾ വെക്കാത്തതാണ്. കാരണം 11 വർഷത്തിലൂടെ നമ്മൾ നേടിയെടുത്ത കഴിവുകൾ അല്ലെങ്കിൽ സംഘാടന തികവ്, കാരണം അവർ തന്നെയാണ് സംഘടിപ്പിക്കുന്നത്, യുവാക്കൾ തന്നെയാണ് സംഘടിപ്പിക്കുന്നത്, അതൊക്കെ ഒന്ന് പ്രകടമാകണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ അത് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്നതാണ്. എല്ലാവരും പങ്കെടുക്കണം. ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലൊക്കെ അവിടെ കുറച്ച് തിരക്കുണ്ടാവും. കാരണം നമ്മൾ പ്രതീക്ഷിച്ചതിലേറെയാണ് നമ്മുടെ കുടുംബാംഗങ്ങൾ എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ജസീറ ഓഡിറ്റോറിയത്തിൽ നിന്ന് പറഞ്ഞിരുന്നു, അടുത്ത സംഗമം നമുക്ക് വലിയ പന്തലിട്ട് പുറത്ത് നടത്തണം. കാര്യങ്ങൾ എത്തിയില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ 1 മാസം മുമ്പാണ് ഇതിന് തീരുമാനമാകുന്നത്. ക്രിസ്മസ് വെക്കേഷനിൽ തന്നെ നടത്തേണ്ടിയും വന്നു. പിന്നെ ഒരു വെക്കേഷനിലല്ലേ എല്ലാവർക്കും ഇങ്ങനെ ചേരാൻ പറ്റുന്നൊരു സമയം ഉണ്ടാവും. അതുകൊണ്ടാണ് തിരക്ക് പിടിച്ച് നടത്തിയത്. ഇൻഷാ അല്ലാഹ് അടുത്ത സംഗമം വിപുലമായിട്ട് വലിയ പന്തലൊക്കെ ഇട്ടിട്ട് നമ്മുടെ ആൻഡമാൻ ദ്വീപിൽ നിന്നും പാകിസ്ഥാനിലുള്ള ആളുകളെ വരെ എല്ലാവരെയും തേടി പിടിക്കുന്ന ഒരു 4 മാസം മുമ്പ് പ്രഖ്യാപിച്ച് വലിയൊരു സംഗമം നടത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് വലുതല്ലാത്തതുകൊണ്ടല്ല. 2000 ആളുകൾക്കുള്ള 2250 ആളുകൾക്കുള്ള ഭക്ഷണം ഇവിടെ കരുതിയിട്ടുണ്ട്. അതിലപ്പുറമായിട്ട് നമ്മുടെ ആളുകൾ എത്തിയിട്ടുണ്ട്. വന്നവരെ വളരെയധികം പ്രശംസിക്കുകയാണ്. കാരണം ഇതിനൊക്കെ ഇറങ്ങിത്തിരിച്ച ഒരുപാട് ആളുകൾ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. ഇവിടെ മുസ്തഫ സൂചിപ്പിച്ച പോലെ, മറ്റുള്ളവർ സൂചിപ്പിച്ച പോലെ പലരും ഇന്ന് നമ്മളൊപ്പം ഇല്ല. ഇവിടുത്തെ ആ ബുക്കിലെറ്റിൽ രക്ഷാധികാരികളായിട്ട് 25 പേരെ അവിടെ കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ 4 or 5 പേരൊഴിച്ച് ബാക്കി ആരും നമ്മളോടൊപ്പം ഇല്ല. അത് 2016 രക്ഷാധികാരികളാണ്. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. അപ്പോൾ ഇവിടെ ഉസ്താദ് പറഞ്ഞ ആ സന്ദേശം, കുടുംബബന്ധം ചേർക്കുക, കുടുംബത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക. അപ്പം ഇങ്ങനെ എന്താന്ന് പറഞ്ഞാൽ കൊടുക്കുമ്പോൾ ഇങ്ങനെ പഠിച്ചോൻ അതിൻ്റെ 10 ഇരട്ടി തരും. കോരുന്ന കിണറ്റിലേ തെളിഞ്ഞ വെള്ളം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നമ്മുടെ റിലീഫ് പ്രവർത്തനങ്ങൾ വളരെ ശക്തമായിട്ട് കൊണ്ടുപോകണം. എന്തൊക്കെയാണ് നമുക്കിതിൽ ഈ രംഗത്ത് പോരായ്മകളുണ്ട്, അതൊക്കെ ചർച്ച ചെയ്യണം. എന്തൊക്കെ മികവുകളാണുള്ളത്, അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യണം. ഉച്ചയ്ക്ക് ശേഷം എല്ലാവരും വേണമെന്നാണ് സൂചിപ്പിക്കുന്നത്. 1-2 ആശംസ കൂടി. ഭക്ഷണം കഴിക്കാനുള്ളവരൊക്കെ കഴിച്ചോട്ടെ. ഓഡിറ്റോറിയം നിറഞ്ഞപ്പോൾ തന്നെ അതിനേക്കാൾ ഇരട്ടി ആളുകൾ പുറത്തുണ്ട്. ഇപ്പോൾ ഭൂരിഭാഗവും പുറത്തു തന്നെയാണ്. കാരണം ഭക്ഷണത്തിനും അതുപോലെ തന്നെ നമസ്കാരത്തിനും വേണ്ടി പോയതാണ്. അടുത്ത ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ഇതിൽ സജീവമായ സാന്നിധ്യമാണ് അസൈൻ പാണ്ടിക്കാട് ഭാഗത്ത്. നമുക്ക് എപ്പോഴും എന്താണെന്ന് പറഞ്ഞാൽ
ഈ കൂട്ടായ്മക്ക് ആക്കം കൂട്ടിയ ഒരു വ്യക്തിയാണ് പ്രിയപ്പെട്ട അസൈനാർ പാണ്ടിക്കാടിനെ ക്ഷണിക്കുന്നു. ചാവി വീണ് കിട്ടിയിട്ടുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവും. കിട്ടിപ്പോയി